കാര്യങ്ങൾ നേരത്തെ ബോധ്യപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ജനത്തോട് തുറന്ന മനസ്സോടെ സംവദിക്കണമെന്നും തിരുത്തേണ്ടത് തിരുത്തണമെന്നുമാണ് തോമസ് ഐസക് ഇന്നൊരു ഓൺലൈൻ മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. CPIM അനുഭാവികളായ വോട്ടർമാർ മാറിക്കുത്തിയതിനു പിന്നിലെ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുമ്പോഴും ജനം ചിന്തിക്കുന്നത് കേൾക്കാൻ ഒരു ചെവി വേണം. തോമസ് ഐസക്കിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് പരാജയം പരിശോധിക്കാനുള്ള പാർട്ടി നേതൃയോഗങ്ങൾ തുടങ്ങിയ ദിവസമാണ്. തോമസ് ഐസക്കിന്റെ തിരിച്ചറിവ് പിണറായി വിജയനുണ്ടോ? എന്തും ന്യായീകരിക്കുന്ന AK ബാലനുണ്ടോ? പുച്ഛം മുഖമുദ്രയാക്കിയ സത്യാന്തര കാലത്തിൽ അന്വേഷണം നടത്തുന്ന നവപത്രാധിപർക്കുണ്ടോ? തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇടത് അനുഭാവി അൻവർ ഷാ പാലോടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ചർച്ചയിൽ ചേരും. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ M.N. കാരശ്ശേരി. ആദ്യം ഞാൻ M.N. കാരശ്ശേരിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ M.N. കാരശ്ശേരി, ഇന്നിപ്പോൾ തോമസ് ഐസക്കിന്റെ വാക്കുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മുതിർന്ന CPM നേതാക്കൾ തന്നെ പിഴവുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ വളരെ വിവേകപൂർണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-നെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഗവൺമെൻറ്റിനകത്തും ഉള്ള വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് അത് തിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അത് തിരുത്താൻ നേതൃത്വം തയ്യാറാവണം എന്ന് തൻ്റെ ഒപ്പവും തൻ്റെ മേലെയും തൻ്റെ താഴെയുമുള്ള പ്രവർത്തകന്മാർക്ക് അദ്ദേഹം ഒരു വലിയ സന്ദേശം കൊടുത്തായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഭാഷ വളരെ ദുഷിച്ചു പോയതിനെ പറ്റിയുള്ള ഒരു വർത്തമാനം കേട്ട് എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം ജനാധിപത്യ മര്യാദയില്ലാതെ, രാഷ്ട്രീയം പറയാതെ, വ്യക്തികളെ അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും ജാതിയും മതവും പറയുകയും ചെയ്യാണ്, വെറുപ്പ് പടർത്തുകയാണ് നമ്മൾ പല സമയത്തും ചെയ്യുന്നത്. മിക്ക പാർട്ടിക്കാരും അതിലുണ്ട്, അതിലിപ്പോൾ ഒരു പാർട്ടിക്കാർ മാത്രമല്ല. അപ്പോൾ അതൊക്കെ ഇടതുപക്ഷത്തുള്ള പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവ് തിരിച്ചറിഞ്ഞിട്ട് ജനങ്ങളോടും പാർട്ടിക്കാരോടും അതിൻ്റെ ആലോചനാ സമിതിയിലൊക്കെ പറയുക എന്ന് പറയുന്നത് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ വളരെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ തോമസ് ഐസക് പലപ്പോഴും ഈ തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പക്വമായ സമീപനം എടുത്തിട്ടുള്ള നേതാവാണ്, സ്വയം പരിശോധന നടത്തുകയും ചെയ്യുന്ന നേതാവാണ്. പക്ഷേ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം വിവരദോഷി പരാമർശം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ്. പരാജയത്തെക്കുറിച്ചൊരു തുറന്ന പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യങ്ങളോട് അദ്ദേഹം ഏത് രൂപത്തിൽ പ്രതികരിച്ചു, രാജിവെക്കുക എന്നുള്ളതല്ല, അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതും പ്രധാനമാണല്ലോ. അപ്പോൾ ഇത് തോമസ് ഐസക്കിൻ്റെതൊരു ഒറ്റപ്പെട്ട ശബ്ദമായി കാണേണ്ടതുണ്ടോ? ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് അത് ഒടുങ്ങിപ്പോകുമെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിലല്ലെങ്കിലും ഇതിനോട് അടുത്തു വരുന്ന ഒരു പ്രതികരണമാണ് MV ഗോവിന്ദൻ മാഷതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ G. സുധാകരൻ്റെ വർത്തമാനം, അങ്ങനെ പലരും, പിന്നെ ചില ജില്ലാ നേതാക്കന്മാർ CPI-യിലും CPM-ലൊക്കെ ഉള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെയാണ് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്മൃതി പറഞ്ഞൊരു കാര്യം സത്യമാണ്. കാരണം വളരെ സതുദ്ദേശത്തോടു കൂടി ഇടതുപക്ഷക്കാരനായ യാക്കോബായ ബിഷപ്പ് മാർ കൂറിലോസ് പറഞ്ഞതിനോട് വളരെ നിഷേധാത്മകമായിട്ടാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പെരുമാറിയത്. ആരുടെ നേരെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് അദ്ദേഹം ബഹുമാന്യനായ ബിഷപ്പിനെതിരായിട്ട് ഉപയോഗിച്ചത്. ബിഷപ്പ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളും സതുദ്ദേശപൂർവ്വം, അതായത് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM നശിച്ചു പോകരുത്, അതിന് ജീർണത വരരുത്, അതിന് അപജയം വരരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പോൾ അവരുടെ തന്നെ ആളുകളായിട്ട് കഴിഞ്ഞ 5-8 കൊല്ലം പ്രവർത്തിച്ച നവമാധ്യമങ്ങളിലെ പല കൂട്ടായ്മകളും ഇപ്പോൾ പോരാളി ഷാജിമാരുള്ളവരൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിക്കകത്ത് ചലനങ്ങൾ ഉണ്ടാക്കും. എവിടെയാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് തെറ്റുപറ്റിയത്, അത് തിരുത്താൻ തയ്യാറാവുക. അപ്പോൾ പിണറായി വിജയൻ തയ്യാറാവാൻ ഇടയില്ല
എന്നാണ് സ്മൃതി പറയുന്നത്. അത് നമ്മുടെ ഇന്നത്തെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് അത് ശരിയായിരിക്കും. പക്ഷെ അങ്ങനെ മാത്രമല്ല, പാർട്ടിയുടെ നാനാഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മുന്നണിയിലുള്ള CPIയിലൊക്കെ ഭയങ്കരമായ അസംതൃപ്തി ഉണ്ടെന്നാണ് വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റു പാർട്ടിക്കാരും മുന്നണിയാണല്ലോ, അപ്പം രാജിവെക്കാന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് രാജിവെക്കണമെന്ന് പെട്ടെന്ന് അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനേതായാലും അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഈ തെറ്റ് തിരുത്താതിരുന്നാലുള്ള ഒരു പ്രശ്നം, ഇവിടെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയായ ഒരു സാധനമാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ CPM തെറ്റ് തിരുത്താതിരുന്നാൽ, CPMന് അബദ്ധം പറ്റിയാൽ സാമാന്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഗുണം കിട്ടിയ BJPക്കാണ്. അതിപ്പോൾ ഒരു ഉദാഹരണമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ CPMൽ നിന്നും ചോർന്ന വോട്ട് BJPക്കാണ് പോയത് എന്നുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ കണ്ണൂരിലൊക്കെ തന്നെ, കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും CPMൻ്റെ വോട്ട് ചോർന്നത് എങ്ങോട്ടാണ്? BJPയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തെ നമ്മൾ വിമർശിക്കുമ്പോഴും അത് നശിച്ചു പോകണമെന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കിവിടെ UDFും വേണം, LDFും വേണം, ഒന്നുകിൽ ഭരണപക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സ്ഥലം കണ്ടെത്തി വരുന്ന കൂട്ടരാരാണ്? BJPക്കാരാണ്. അത് നമ്മളെല്ലാവരും വളരെ കരുതേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ നിഷ്പക്ഷ വോട്ടർമാർ പലരും എന്തുകൊണ്ടൊരു മൂന്നാമത്തെ മുന്നണിയെ പരീക്ഷിച്ചുകൂടാ എന്നുള്ള നിലയ്ക്ക് അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ അസംതൃപ്തരായ CPMൻ്റെ അണികൾ, അസംതൃപ്തരായ LDFിലെ മറ്റു കക്ഷികളുടെ അണികൾ ഒക്കെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുന്നതിന് ഞാൻ വിചാരിക്കുന്നത് ഈ ആളുകളൊക്കെ BJPക്കാരാണ് എന്നല്ല എൻ്റെ തോന്നൽ. ശരി ഡോക്ടർ ജിൻഡോ, ഇതിപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും 2 ധ്രുവങ്ങളിലാണ്. പക്ഷേ പുറത്തുനിന്ന് കാഴ്ച കാണുകയാണ് എന്ന മട്ടിലാണ് അദ്ദേഹം ആ പ്രതികരണം അവസാനിപ്പിച്ചത്. നിങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഇനി പുറത്തുനിന്ന് കാഴ്ച കാണേണ്ട സ്ഥിതിയാണോ? ഇടത് വോട്ടുകൾ BJPക്ക് പോയി എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോഴും നിങ്ങളും LDFും തമ്മിലാണ് മത്സരം എന്ന സാഹചര്യം ഇനി അങ്ങ് മാറിയിരിക്കുകയാണ്. മൂന്നാമതൊരു മുന്നണി കൂടി അവിടേക്ക് വന്നിരിക്കുന്നു നിങ്ങളോട് ഏറ്റുമുട്ടാൻ എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നു? ഐസക്കിൻ്റെ പ്രതികരണത്തെ ഒരു നേതാവിൻ്റെ പ്രതികരണമായി മാത്രമാണോ നിങ്ങൾ കാണുന്നത്? അല്ല സ്മൃതി, അതിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 18 സീറ്റിൽ വലിയ വിജയം കിട്ടുമ്പോൾ തന്നെ തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ പരാജയവും ഞങ്ങൾ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി അവരുടെ പാർട്ടി ചിഹ്നത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ചർച്ചയും പഠനവും നടത്തി തിരുത്തൽ നടത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് UDFിന്റെ ഓരോ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. UDFിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ വോട്ട് എവിടെ നിന്ന് ചോർന്നു എന്നുള്ളതിന്റെ തർക്കം നടക്കുമ്പോൾ തന്നെ തൃശ്ശൂരത്തെ മാത്രം കേസെടുത്താൽ മാത്രം വരെ കേരളത്തിലെമ്പാടും 20 പാർലമെന്റ് മണ്ഡലങ്ങളിലെയും വോട്ട് ചോർച്ച BJPയിലേക്ക് വോട്ട് കൂടുമ്പോൾ അത് എവിടെ നിന്ന് പോയി, എങ്ങനെ പോയി എന്നൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതൽ വോട്ട് ചോരുന്നത് ഏത് പക്ഷത്താണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും തർക്കത്തിന്റെ കാരണമൊന്നുമില്ല. 111 സീറ്റിൽ നിയമസഭാ സീറ്റിൽ ഭൂരിപക്ഷത്തിലെത്തി നിൽക്കുന്ന കോൺഗ്രസും അല്ലെങ്കിൽ 11 സീറ്റിൽ 1ാം സ്ഥാനത്തെത്തുന്ന BJP അങ്ങനെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ LDF സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ സ്പഷ്ടമാണ്. ഇവിടെ ഞാൻ ഇതിനെ വേറെ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൂർലോസ് തിരുമേനി ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ്, സർക്കാർ തെറ്റ് തിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകണം, പിണറായി വിജയന്റെ ഏകാധിപത്യ സ്വഭാവം അല്ലെങ്കിൽ ഫാസിസ്റ്റ് നടപടികളുമായിട്ട് പോകുന്നതിന്റെ പരാജയം, അതാണ് പരാജയ കാരണം എന്നുള്ള രീതിയിലൊക്കെ അത് അങ്ങനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ വിവരദോഷി എന്ന് കൃത്യമായിട്ട് കാലേ കൂട്ടി തീരുമാനിച്ച് പ്രസംഗത്തിൽ പരാമർശിച്ച മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇപ്പോൾ നിരവധി വിവരദോഷികൾ വന്നിരിക്കും. കഴിഞ്ഞ ദിവസമാണ് G. സുധാകരൻ അദ്ദേഹത്തിന്റെ 1ാം മന്ത്രിസഭയിൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന മന്ത്രി പറയുകയാണ് 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഇവിടെ കഴുത ആരാ സിംഹം ആരാന്ന് കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ വിളിച്ച വിവരദോഷിയിൽ അദ്ദേഹവും പെടുമോ എന്ന് എനിക്ക് CPMനോട് ചോദിക്കണം. രണ്ടാമത്തെ MV ഗോവിന്ദൻ, പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ആദ്യം പറഞ്ഞത് യാതൊരു പ്രശ്നവും ഇല്ല, പരാജയം തന്റെ ഗവൺമെന്റിന്റെ പരാജയമല്ല, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ നോക്കുമ്പോഴും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അത് പഠിച്ചപ്പോൾ കൃത്യമായിട്ട് ഒരു ബോധ്യം കിട്ടിയെന്ന നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് പിണറായി വിജയൻ പറഞ്ഞ വിവരദോഷിയായിട്ട് MV ഗോവിന്ദൻ പരിഗണിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം രണ്ടാമത്തത്.
അടുത്തത് തോമസ് ഐസക് സമാനമായ പരാമർശം നടത്തുന്നു. പി ജയരാജൻ അതിനോട് സമാനമായിട്ടുള്ള പരാമർശം നടത്തുന്നു. ഇവിടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യെച്ചൂരിയോട് ചോദിക്കുമ്പോഴും വേണ്ടത്ര തിരുത്തൽ വരുത്തും എന്ന് പറഞ്ഞാൽ പരാജയത്തിന്റെ കാരണം സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാനത്തെ പാർട്ടിയുടെയും വീഴ്ചയാണ് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ CPIയുടെ ജില്ലാ കൗൺസിൽ യോഗത്തിൽ നടക്കുമ്പോൾ അവരും പറയുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കനത്ത തോൽവിക്ക് കാരണം അതാണെന്ന് പറയുന്നതിനോടൊപ്പം ഏതാനും ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന കമ്പനിയുടെയും മകളുടെയും അക്കൗണ്ടിലേക്ക് വന്ന മാസപ്പടി അടക്കം നവകേരള സദസ്സ്, അതുപോലെ കേരളീയം പോലുള്ള പരിപാടികൾ, ധൂർത്ത്, അഴിമതി, കെടുകാര്യസ്ഥ, പിൻവാതിൽ നിയമനം, ഇത്തരം കാര്യങ്ങളൊക്കെ CPI ജില്ലാ എക്സിക്യൂട്ടീവിലും ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് കേരളത്തിലെ UDFും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ സമരം ചെയ്തും അല്ലാതെയും പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊന്നും ഈ സർക്കാർ ഈ സാധാരണപ്പെട്ട മനുഷ്യരുടെ വിലാപങ്ങൾ കേൾക്കാതെ തോന്നിവാസവും ധൂർത്തുമായിട്ട് പോവുകയും മുഖ്യമന്ത്രിയുടെ ഫാസിസ്റ്റ് നടപടിയും ധാർഷ്ട്യവും മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം പറയുന്ന ആളുകളുടെ മുമ്പിൽ അദ്ദേഹം ഒരു കൂറിലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ച പ്രശ്നം അവസാനിക്കുന്നില്ല. ഈ പറഞ്ഞ MV ഗോവിന്ദൻ, G സുധാകരൻ അല്ലെങ്കിൽ തോമസ് ഐസക് മുതലായ CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഈ വിവരദോഷി പട്ടികയിൽ വരുമോ എന്ന് മുഖ്യമന്ത്രി അടുത്ത ദിവസം മറുപടി പറയണം. രണ്ടാമത്തത്, ഇത് മാത്രമല്ലെന്നേ, ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്കുള്ള വഴി തടഞ്ഞുകൊണ്ട് കൊടിമരം കെട്ടുക, സ്വന്തം പറമ്പിലെ തേങ്ങ ഇടുന്നത് തടസ്സപ്പെടുത്തുന്ന ലോക്കൽ കമ്മിറ്റി, അങ്ങനെ പോയിട്ട് കേരളത്തിലെ CPMന്റെ സാധാരണ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരെ വരെ പേടിച്ചിട്ട് വേണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ജീവിക്കാൻ എന്ന് പറയുന്ന ഗതികേടിലേക്ക് ഈ നാടിനെ കൊണ്ട് എന്ന് എത്തിച്ചത് ഇവർ ത്രിപുരയും ബംഗാളും ഒക്കെ തുടർ ഭരണത്തിലൂടെ ഇവിടെ ആവർത്തിക്കുമ്പോൾ ഇവിടുത്തെ മനുഷ്യർ തിരിച്ചറിയുകയാണ്. അവിടെ 30-35 വർഷം എടുത്തെങ്കിൽ ഇവിടെ കൃത്യം 8ാം വർഷം 8ാം വർഷം ആവുന്നതിന് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഇത് കിരാതമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടികളാണ്. ഒരു പക്ഷത്ത് മോദിയെ എതിർക്കുമ്പോൾ മോദിയുടെ അതേ നടപടികൾ കാർബൺ കോപ്പി പോലെ കേരളത്തിൽ നടപ്പാക്കുന്നു. ഇവിടെ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്. അദ്ദേഹത്തോട് പരാതി പറയാൻ ചെല്ലുന്ന ആളുകളോട് കടക്ക് പുറത്തുനിന്നും മാറി നിൽക്കുന്നു പറയുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ മൈക്കൊന്ന് ഹൗളിംഗ് കെട്ടാക്ക് പോലും മൈക്കിനോട് പ്രതിഷേധം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അഭിനന്ദിച്ച് സംസാരിച്ചാൽ ആങ്കറോട് പ്രതിഷേധം. ഏത് മനുഷ്യരോടാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യം പ്രകടിപ്പിക്കാതിരുന്നിട്ടുള്ളത്? ഇദ്ദേഹം നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് ശമ്പളവും ആനുകൂല്യവും സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും പറ്റി ജീവിക്കുന്ന പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയും നേതാവുമാണ്. അദ്ദേഹം നമ്മളോട് ധാർഷ്ട്യം കാണിക്കുന്നതിന് പകരം നമ്മുടെ പരാതികൾക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള സങ്കടങ്ങൾക്കും വിലാപങ്ങൾക്കും കാതു തരേണ്ട മനുഷ്യരാണ്. 8 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ആയിരങ്ങൾക്ക് കാതു കൊടുത്തപ്പോ ഇന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു വിമർശനത്തിന് പോലും കാതു കൊടുക്കാൻ തയ്യാറാകാത്ത ഫാസിസ്റ്റ് ആയിട്ട് തരം താണതിന്റെ സൂചകങ്ങളാണ് ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ എണ്ണി പറയുന്നത്. ശരി, അൻവർ ഷാ പാലോട്, ഇന്നിപ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണമാണ് നമ്മുടെ ചർച്ചയുടെ ആധാരം. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പാർട്ടി നേതൃയോഗങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണല്ലോ. തെറ്റ് എങ്ങനെയാണ് തിരുത്തേണ്ടത്, പരാജയ കാരണങ്ങൾ പരിശോധിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയാണ്. ഇന്ന് തോമസ് ഐസക്കിന്റെ വാക്കുകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? താങ്കൾ ആ പ്രതികരണം കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല സ്മൃതി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം 2019 ഈ പറയുന്ന രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ LDF സർക്കാരും CPM ഒക്കെ തന്നെ അങ്ങ് എന്തോ അപജയം സംഭവിച്ചു, ഈ പറയുന്ന രീതിയിൽ എന്താണ് ബംഗാളും ത്രിപുരയും പോലെ തകരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ജിൻഡോ ജോണും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ MN കാരശ്ശേരി മാഷൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ CPMന് തന്നെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കേരളത്തിൽ 20 സീറ്റ്, ആ 20 സീറ്റിൽ 19ലേക്കും കഴിഞ്ഞതിന് വിജയിച്ചത് UDF ആണ്. ഇത്തവണ UDFന് 1 സീറ്റ് നഷ്ടപ്പെട്ടു, 18 സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അവരുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ BJP വിജയിച്ചു. LDFന് കഴിഞ്ഞതിനുണ്ടായിരുന്ന 1 സീറ്റ് നഷ്ടമായി മറ്റൊരു സീറ്റ് പിടിച്ചെടുത്തു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഈ പറയുന്ന രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു. മാവേലിക്കരയിൽ പ്രകടനം കാഴ്ചവെച്ചു. വിജയത്തൂർ അടുത്തെത്തി. അപ്പോൾ ഈ രീതിയിൽ തന്നെ എന്താണ് LDFന് കൃത്യമായിട്ടുള്ള മത്സരമൊക്കെ നടത്താൻ കഴിഞ്ഞു. പിന്നെ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്കറിയാം ഈ 2019 കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അതിന് ഏറ്റവും വില്ലിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും
സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രലിൽ അധികാരത്തിൽ വരാൻ കഴിയുന്ന കോൺഗ്രസ് ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഇത്തവണ ഇന്ത്യ മുന്നണിയിൽ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് അവർക്കറിയാം. അപ്പം ആ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും പറയുന്നു, ഈ പറയുന്ന രീതിയിൽ നമുക്ക് കേരളത്തിലുള്ള LDF സർക്കാരിനെ സംബന്ധിച്ച് സീറ്റ് നേടേണ്ടതാണ്. ഇനി ഒന്നോ അല്ലെങ്കിൽ ഒരു 5 സീറ്റ് വരെയൊക്കെ നേടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ പറയുന്ന മാവേലിക്കരയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റിങ്ങലിലും അടക്കം വിജയത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും പാർട്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി നോക്കിയിട്ട് തിരുത്തലുകൾ വരുത്തും എന്നൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയും പിറ്റേന്ന് പറഞ്ഞത്. പാർട്ടിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ ഈ പറയുന്ന വലിയ ഫാസിസ്റ്റ് എന്നും അല്ലെങ്കിൽ ജിൻഡോ ജോണിന്റെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അവര് അധികാരത്തിൽ വന്ന ഹിമാചൽ പ്രദേശ് BJP-യിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റാ ശരിയല്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ജിൻഡോയ്ക്കൊക്കെ താങ്കൾക്ക് അതിലേക്കാണ് ആദ്യം പറയേണ്ടത്. തോമസ് ഐസക്കിന്റെ പ്രതികരണത്തോടാണ് ആദ്യം അറിയേണ്ടത്. അൻവർ ഷാ പാലോട് എവിടെ തിരുത്തുന്നു എന്ന് പറഞ്ഞു തുടങ്ങും. അതിലേക്ക് തന്നെയാണ് വരുന്നത്. അല്ല, ആദ്യമേ ഈ എന്താണ് ജിൻഡോ ജോണും അല്ലെങ്കിൽ ഈ പറയുന്ന ജിൻഡോ ജോണിനെ മാത്രം പറയേണ്ടതേ. തിരുവനന്തപുരം ജില്ലാ കൗൺസിലിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ രാജിവെക്കണമെന്ന് ആവശ്യം വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPI ഓരോ ജില്ലാ മേഖലയിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഘടക അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെപ്പറ്റി CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിനെപ്പറ്റി പറഞ്ഞല്ലോ. അപ്പോ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയവും പരാജയവും നോക്കിയിട്ടാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് മുഖ്യമന്ത്രി മാറണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ LDF-നെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങളിലുണ്ട്. ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമായെടുത്ത് തോമസ് ഐസക് പറയുന്നത് യോജിക്കുന്നുണ്ടോ? സ്മൃതി കോൺഗ്രസ്സുകാരിയായിട്ട് സംസാരിക്കും. താങ്കൾക്ക് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈ ശൈലി മാറ്റമാണ്. ഈ ശൈലി ഒന്ന് മാറ്റി പിടിക്കുന്നേ അൻവർ ഷാ പാലോട്. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ഒരു കോൺഗ്രസിന്റെ ഇത് പതിച്ചു തരും. ഇല്ലില്ല, നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു രീതിയാണ്. ഞാൻ ഇത്ര നേരമായി ചോദിക്കുന്നു. തോമസ് ഐസക് പറയുന്ന ഒരു വരിക്കുള്ള മറുപടി ഉണ്ട്, ഒരു വരിക്ക്. ഞാൻ വായിക്കണോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM അനുഭാവികളായ ഒരു വിഭാഗം പാർട്ടിക്കെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു. അതെങ്ങനെ എന്ന് പരിശോധിക്കണം. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുമ്പോഴും ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു ചെവി പുറത്തേക്ക് കൊടുക്കണം എന്ന് തോമസ് ഐസക് പറഞ്ഞ കാര്യമാണ്. പാർട്ടി വോട്ട് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും താഴെക്കിടയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ എന്തുകൊണ്ട് മാറി ചിന്തിച്ചു, അത് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ ചില പ്രയോഗങ്ങൾ, ചില പ്രതികരണങ്ങൾ, അമാന്യമായ പ്രതികരണങ്ങൾ, ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇതാണെന്ന് തോമസ് ഐസക് പറഞ്ഞത്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് പാർട്ടി ഒന്നാകെ കടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ അൻവർ ഷാ പാലോട്, താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലും നടത്തിയ ചർച്ചകളിൽ നിന്ന് അല്പം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. LDF-ന്റെ 11 ഇടങ്ങളിൽ അല്ലെങ്കിൽ CPM-ന്റെ ഇടത് ഇടങ്ങളിലാണ് 11 BJP ഒന്നാമതെത്തിയത്. ഈഴവ വോട്ട്, നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഈഴവ വോട്ടിന്റെ 33% അതാ BJP-യിലേക്ക് പോയിരിക്കുന്നു. മണ്ണൊലിച്ചു പോകുന്നത് പാർട്ടിയിൽ ചിലരെങ്കിലും അറിയുന്നുണ്ട്. താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് പറയാമോ? അല്ല സ്മൃതി, ഇപ്പോൾ സ്മൃതി ഇത്രയും കാര്യം സംസാരിച്ചു. ഞാൻ സംസാരിക്കുമ്പോൾ സ്മൃതി ഇടപെടരുത്. നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയാസിലോ വാട്സപ്പിലോ ഒക്കെ വരുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സൈബർ പോരാളികളോ അല്ലെങ്കിൽ BJP-യുടെ സൈബർ പോരാളികളോ ഒക്കെ പ്രചരിപ്പിക്കുന്ന സാധനം എടുത്ത് സംസാരിക്കുന്നല്ലോ. താങ്കൾ ഇങ്ങനെ പ്രതികരിക്കരുത്. കുറച്ചുകൂടി പക്വമായി സമീപിക്കൂ കാര്യങ്ങളെ. അല്ല, ഞാൻ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആദ്യമേ ഇരുന്ന് നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത്? നിങ്ങൾ അപ്പോഴൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ എന്താണ് ജിൻഡോ ജോൺ സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാനൊന്ന് പറയട്ടെ. അല്ലല്ല സ്മൃതി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിച്ചത് BJP അവർക്ക് 400 സീറ്റ് കിട്ടും.
കേന്ദ്രത്തിൽ ഇവിടെ BJP വിജയിച്ചാൽ, ആറ്റിങ്ങലിൽ മുരളീധരൻ ജയിച്ചാൽ അവർക്കൊരു കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്ത് ജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെയല്ല ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെയല്ല ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നത്. വോട്ടിംഗ് പാറ്റേണിൽ കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ആ വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ 2019 ഈ പറയുന്ന LDFന് കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാ? ആ വോട്ടിംഗ് പെർസെൻറ്റേജ് 1% മറ്റുമാണ് കുറവ് വന്നിട്ടുള്ളത്. CPMനെ സംബന്ധിച്ച് 0.5% കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. കേന്ദ്രത്തിൽ ആരാണോ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് അവർക്കാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക. അത് ഇന്ത്യയിലെ ഒട്ടുമിക്കുള്ള സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏകപക്ഷീയമായിട്ട് എവിടെയും ഇപ്പൊ കോൺഗ്രസ് മത്സരിച്ച സ്ഥലങ്ങളിലുണ്ടല്ലോ, അവിടെ പല സ്ഥലങ്ങളിലും ഏകപക്ഷീയമായിട്ടാണ് വോട്ടിംഗ് നടന്നത്. മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള ഇന്ത്യ മുന്നണി വരുമോ അതോ NDA മുന്നണി വരുമോ? അപ്പൊ കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ നമുക്കറിയാം കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള പാർട്ടി. സ്വാഭാവികമായിട്ട് അവർക്ക് സീറ്റ് ഉണ്ടാവും. ഇനി കേന്ദ്രത്തിൽ 400 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന BJP ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ആലപ്പുഴയിലടക്കം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ആറ്റിങ്ങലിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം ഞാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ഒരു വോട്ടറാണ്. ഈ എക്സിറ്റ് പോളിൽ 28% നേടുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ 18-19% മാത്രമാണ് NDAയുടെ വോട്ട് പെർസെൻറ്റേജ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയമൊന്നും ഞാൻ ചോദിക്കുന്നു. ആറ്റിങ്ങൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ മുരളീധരൻ 1ാം സ്ഥാനമായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ BJPക്ക് വിജയിക്കാൻ കഴിയോ? ഈ പറയുന്ന 111 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 1ാം സ്ഥാനത്താണ്. ഈ കണ്ണൂരിലടക്കം കോഴിക്കോടിലെ പല മണ്ഡലങ്ങളിലടക്കം ഈ മണ്ഡലങ്ങളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കോ? UDF ജയിക്കോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കഴിഞ്ഞതിന് 121 മണ്ഡലങ്ങളായിരുന്നു ഈ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJP അക്കൗണ്ട് തുറന്ന കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി തന്നെ നേതൃയോഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്ന തുറന്നു പറച്ചിൽ എന്താണ് താങ്കളുടെ പ്രതികരണം എന്നതാണ് ചോദ്യം. വീണ്ടും പഴയ ചർച്ചയിലേക്ക് പോകല്ലേ പ്ലീസ്. ഇല്ല, പഴയ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടത് എവിടെയെന്നു പാർട്ടി കൃത്യമായി പഠിക്കും. 2019 ശബരിമല വിഷയമടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. വിധേയമായി കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. സ്മൃതിയും ഞാനുമായിട്ടല്ലല്ലോ ചർച്ച. സ്മൃതി അവതാരക മാത്രമല്ലേ, കോർഡിനേറ്റ് ചെയ്യുക മാത്രമല്ലേ ചെയ്യുന്ന. അല്ല, സ്മൃതിയും ഞാനുമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് നമ്മൾ നാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇത് കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഒരു പക്ഷത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ സ്മൃതിയും ഞാനുമായിട്ട് ചർച്ച നടന്നു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് കോൺഗ്രസും CPMും തമ്മിലുള്ള ചർച്ചയായി പോകും സ്മൃതി. അതുകൊണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം അവരോട് ബാക്കിയുള്ളവരിലേക്ക് പോകൂ. ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ പാർട്ടി വിധേയമാകും. അത് ഡോക്ടർ സഖാക്കന്മാരായി കഴിഞ്ഞാലും ഒരു റിസൾട്ട് 2024 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പ്. ഇതിനു മുമ്പും തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇതിനു മുമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. ആ പറഞ്ഞിട്ടാണ് ഈ അവസ്ഥയായത്. നമുക്കൊന്ന് ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താൻ തോന്നുന്നു. അല്ലെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണല്ലോ ആ ഇത് പറഞ്ഞിട്ടാണ് കനലൊരു ഗതി തന്നെയായി മാറിയത്. തിരിച്ചെത്താം. P. കൃഷ്ണദാസ്, ഇപ്പോൾ ഇടത് പ്രതിനിധി പറഞ്ഞത് താങ്കളും കേട്ടല്ലോ. നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പാറ്റേൺ വ്യത്യസ്തമാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് BJPക്ക് ഇനി സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉറച്ച ബോധ്യം. സ്മൃതി, ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും എല്ലാം ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായി നാം കേട്ടുകൊണ്ടിരുന്നത്.
അത് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ആവർത്തിക്കുന്ന സ്മൃതി ആവർത്തിച്ച് ഇടതുപക്ഷ പ്രതിനിധിയോട് താങ്കൾ തിരുത്തുമോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം തിരുത്താൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം അവരുടെ വാക്കുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശങ്കയോ ഒന്നും ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അനുകൂലമായി ചിന്തിച്ചിരുന്ന ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, എല്ലാ വിഭാഗത്തിലും പെട്ടുള്ള ആളുകൾ, അവർ BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തിയിരിക്കുന്നു, രാഷ്ട്രീയപരമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള വിരോധത്തോടുകൂടി BJPയെ കാണുകയാണ്. BJP വളർന്നു വരുന്നു, BJPക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നു, BJPക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുന്നു, അത് അനുവദിക്കാൻ പാടില്ല എന്ന് മാഷെ എങ്ങനെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പറയാൻ വേണ്ടി കഴിയുക? ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അതിൽ മാഷ് വേവലാതിപ്പെടുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷെ അത് പാടില്ല, അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നെങ്ങനെയാണ് മാഷക്ക് പറയാൻ വേണ്ടി കഴിയുക? അങ്ങ് അത് തിരുത്തുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങ് തിരുത്തിയാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ വിയോജിപ്പതിൽ ഞാൻ പ്രകടിപ്പിക്കാം. മറ്റൊന്ന്, കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിന് വലിയ വളർച്ചയുണ്ടായി, അതുകൊണ്ട് ഇനി BJPക്കോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ കേരളത്തിൽ സ്ഥാനമില്ല. എന്തൊരു വിരോധാഭാസമായിട്ടുള്ള വിലയിരുത്തലാണ് അതിനെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പ് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 4-1 കൂടുതൽ സീറ്റുകളിൽ BJPക്ക് ശക്തമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം ഈ സെഗ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ 11 സീറ്റുകളിൽ വ്യക്തമായി BJP 1ാം സ്ഥാനത്തെത്തി, 8 സീറ്റുകളിൽ BJP 2ാം സ്ഥാനത്തെത്തി. ഈ തരത്തിലുള്ള കണക്കുകൾ നമ്മുടെ മുൻപിലിരിക്കുകയാണ്. എന്തുമാകട്ടെ, അതിന്റെ പാറ്റേണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിലോ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ CPM-നകത്തും ഇടതുപക്ഷ പാർട്ടികൾക്ക് അകത്തും ഇന്ന് നടക്കുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തിൽ ശ്രീമാൻ VS അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകൾ ഈ തരത്തിൽ ഏകാധിപത്യ പ്രവണത CPM-നകത്ത് വളർന്നു വന്നപ്പോൾ അവർ ഉയർത്തിയിരുന്ന ഒരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഇന്ന് CPM-ൽ ഉയർന്നു വരികയാണ്, ഇടതുപക്ഷത്ത് ഉയർന്നു വരികയാണ്. അത് ഗുണം ചെയ്യുമോ, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ CPM-ൽ എക്കാലവും ഇടതുപക്ഷത്ത് എക്കാലവും അവർ സ്വീകരിച്ചിട്ടുള്ള നയം എപ്പോഴും ഒരു അപ്രമാദിത്വത്തോടു കൂടി നിൽക്കുന്ന സംഘടനാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഉള്ളപ്പോൾ, ഇത് ശ്രീമാൻ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുമാണ്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള അപ്രമാദിത്വം നേരത്തെയും പല സംസ്ഥാനങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളെല്ലാം അവർക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയപരമായി അവരെ ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം. കേവല ഭൂരിപക്ഷം ഇല്ലാതായതുപോലെ അല്ലേ? ഒരു തർക്കവും. ഇപ്പൊ തൃശ്ശൂരിൽ BJPക്ക് വോട്ട് കിട്ടിയത് ഒരു ഭാഗത്ത് നിന്നാണ് മാത്രം ചിന്തിക്കുന്ന ആളുകളോട് 75,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായത് ഒരു പക്ഷത്തു നിന്ന് മാത്രം വോട്ട് കിട്ടിയത് കൊണ്ടാണോ? കേരളത്തിലെ 2 പ്രധാനപ്പെട്ട പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJP നിസ്സാര വോട്ടുകൾക്ക്, ഒരു തരത്തിൽ പറഞ്ഞാൽ 10,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ BJPക്ക് 2 MP സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറിയ കാര്യമായിട്ടുള്ള കാര്യമാണോ? അപ്പൊ രാഷ്ട്രീയപരമായി ഉണ്ടാകുന്ന കേരളത്തിലെ മാറ്റത്തെ, ജനമനസ്സിനെ അതിനെ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ മെഷീനറി അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റത്തെ ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയും? ശരി, ശ്രീ MN കാരശ്ശേരി, ഇന്നിപ്പോൾ കാഫിർ പ്രയോഗം, അങ്ങനെ ഒരു പ്രയോഗം ആരുടെ ഭാഗത്തുനിന്നാണെന്നുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ഏതായാലും യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. അയാൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും അയാൾക്ക് അതിൽ പങ്കില്ല എന്ന പോലീസ് കണ്ടെത്തിയ റിപ്പോർട്ട് സർക്കാർ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ KK ലതിക തന്റെ ഫേസ്ബുക്കിൽ നിന്നും കാഫിർ പ്രയോഗമുള്ള പോസ്റ്റ് നീക്കം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെയാണ് ഈ പാർട്ടി കടന്നു പോയത് എന്നൊരു ആലോചന കൂടി വരേണ്ട ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിന്മേലൊരു മാപ്പ് പറച്ചിൽ, ക്ഷമാപണം നടത്തേണ്ടതല്ലേ പാർട്ടി? ഇപ്പോൾ തിരുത്തലുകൾ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും തിരുത്തണമല്ലോ. സ്മൃതി, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യത്തിനൊരു ചെറിയ മറുപടി ഞാൻ പറയാം. ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മതരാഷ്ട്രവാദം ഉള്ള എല്ലാ പാർട്ടികൾക്കും ഞാൻ എതിരാണ്. ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനാണ് BJP ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയിൽ ആകാംക്ഷയുള്ള ഒരു മതേതര ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ. അല്ലാതെ എനിക്ക് അവരോട് വളരെ വ്യക്തിപരമായിട്ടൊരു വിരോധമില്ല, ഒന്നുമില്ല. അതെൻ്റെ ആശയപരമായ നിലപാടാണ്.
ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. മാഷപ്പുറയുടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഗവൺമെന്റുകളെ മുന്നോട്ട് കൊണ്ടുപോയ ബിജെപിയോടാണ് അവർക്ക് പറയുന്നത്. അല്ല, ജനാധിപത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കോൺസെപ്റ്റും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. അതുകൊണ്ടാണ്, അതിൽ തർക്കം വേണ്ട. പറഞ്ഞോളൂ ഡോക്ടർ എം എൻ കാരശ്ശേരി. എന്താ വ്യത്യാസമുള്ളത്? സ്മൃതിക്ക് എന്താ വ്യത്യാസം തോന്നിയത്? ജനാധിപത്യത്തിൽ ഭരണഘടന എന്തെങ്കിലും വ്യത്യാസം വന്നോ? അല്ലല്ല, ഭരണഘടനയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ? കോൺഗ്രസ്സുകാർ ഭരണഘടന അട്ടിമറിച്ചതുപോലെ ഞങ്ങൾ അട്ടിമറിച്ചോ? കോൺഗ്രസ്സുകാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചോ? പറഞ്ഞ നേതാക്കൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു. ഓരോ തവണയും ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതായി വന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഭരണഘടന മാറ്റി എഴുതുമെന്ന് പറഞ്ഞ നേതാക്കൾ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. ഭരണഘടനയിൽ 103 തവണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ 12 തവണ മാത്രമേ ഞങ്ങളുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്തല്ലേ. തെറ്റിദ്ധരിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത്. ഡോക്ടർ എം എൻ കാരശ്ശേരി തുടരാം. സ്മൃതി, ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഒരുമാതിരി വകതിലുള്ള എല്ലാ മലയാളികൾക്കും ബോധ്യമായൊരു കാര്യമാണ് ആ കാഫിർ എന്നുള്ള പ്രയോഗം. തീർച്ചയായിട്ടും സാഹചര്യം കൊണ്ടും പോലീസിൻ്റെ നിലപാട് കൊണ്ടും അന്വേഷണം കൊണ്ടും ഒക്കെ മനസ്സിലായത് അത് മുസ്ലിം ലീഗുകാരോ UDFകാരോ ചെയ്തതല്ല, അത് LDFകാരോ LDFന് വേണ്ടി ആരോ ചെയ്തതാണ്. അത് തിരിച്ചറിഞ്ഞ് അവർ മാപ്പ് പറയുക എന്നുള്ളത് ജനാധിപത്യത്തിലെ വളരെ പ്രാഥമികമായൊരു മര്യാദയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തെറ്റ് തിരുത്തുക എന്നൊക്കെ പറയും. എന്താ സ്മൃതി, ഞാൻ ആലോചിക്കുന്ന കാര്യം, CPMനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒറ്റപ്പെടുന്നത് എങ്ങനെയാണ്? എല്ലാ നേതാക്കന്മാർക്കും തിരിച്ചറിവ് വരുന്നു. അപ്പം അദ്ദേഹത്തെ വിശ്രമിക്കാൻ പോകുമ്പോൾ ദൈവം വിശ്രമിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്ന AK ബാലൻ തന്നെ പറയുന്നു, നമുക്ക് നമ്മുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ചിഹ്നത്തിൽ ഈനാമ്പേച്ചയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥിതി വരും. അപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധമുണ്ട്. MV ഗോവിന്ദൻ മാഷക്കുണ്ട്, G സുധാകരനുണ്ട്, തോമസ് ഐസക്കിനുണ്ട്, CPIയുടെ ബിനോയ് വിശ്വത്തിനുണ്ട്. അപ്പോൾ അത് വളർന്നു വരികയാണ്. തീർച്ചയായിട്ടും അത് ജനാധിപത്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണ്. മനുഷ്യർക്ക് തെറ്റുപറ്റും, പാർട്ടികൾക്ക് തെറ്റുപറ്റും, അത് തിരുത്താറുണ്ട്, തിരുത്തണം. അത് എത്ര വേഗം തിരുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കാര്യം വരിക. പിണറായി സ്തുതിക്കാരായ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ ടെലിവിഷനകത്തോ വരുന്ന ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. കാഫിർ പ്രയോഗത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് LDF പ്രത്യേകിച്ച് CPM മാപ്പ് പറയേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഡോക്ടർ ജിൻഡോ, ഇന്നിപ്പോൾ KK-ലധിക ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ്. ഇനി അതുമേലൊരു പ്രതികരണം CPM നടത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല സ്മൃതി, ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തുനിന്ന് വരില്ല. മാത്രമല്ല CPM നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ കാഫിർ പരാമർശത്തിന്റെ പുറകിൽ CPMന്റെ സൈബർ സഖാക്കന്മാർ തന്നെയാണെന്ന്. അതുകൊണ്ടാണ് കണ്ണൂരിലെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന MV ജയരാജൻ ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ സൈബർ സഖാക്കന്മാർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണം അഴിച്ചുവിട്ടുകൊണ്ട് തങ്ങൾക്ക് ഈ പറഞ്ഞ സൈബർ വിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. കാരണം ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ പോലീസിന് റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ, കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഈ പരാമർശം ഉടലെടുത്തതെന്നും ആരൊക്കെയാണിത് പ്രചരിപ്പിച്ചതെന്നുള്ള കൃത്യമായിട്ടൊരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിന്റെ മുൻകൂർ ജാമ്യമാണ് MV ജയരാജൻ എടുത്തത്. അത് തന്നെയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ലേ KK-ലധികയെ പോലുള്ള ആളുകൾ അത് പിൻവലിക്കുന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്ന GN ഗണേശനെ പോലുള്ള മുൻ അധ്യാപകരൊക്കെ ചരിത്ര പണ്ഡിതന്മാരാണെന്ന് പറയാം. അവരൊക്കെ ഇത് ഷെയർ ചെയ്തിരുന്നു. ദീപാ നിശാന്തിനെ പോലുള്ള ആളുകൾ ഷാഫിയുടെ വിജയം വർഗീയതയുടെ വിജയമാണെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ പഠനം വെച്ചിട്ടാണ് അവർ അങ്ങനെ പറയുന്നത്? ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് വർഗീയതയുടെ വിജയമാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ CPMന്റെ നേതാക്കന്മാരോട്, കേരളത്തിലെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികൾ അവർ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്താലേ അവരുടെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ചാപ്പ കുത്തി കൊടുക്കുന്ന പരിപാടിയാണോ CPM നേതാക്കന്മാരുടെ കയ്യിലിരിക്കുന്നത്? ഇവരോട് ചോദ്യം ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർ CPMകാരോ അല്ല BJPക്കാരോ കോൺഗ്രസ്സുകാരോ ആയി മാറും. അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ
രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മതം നോക്കിക്കൊണ്ട് ഒരു ചാപ്പ കുത്തി കൊടുക്കും. ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസംഗി എന്ന് ചാപ്പ കുത്തും, മുസ്ലിം ആണെങ്കിൽ അവരെ വർഗീയവാദി എന്ന് പറയും, ഹിന്ദുക്കളാണെങ്കിൽ സംഘി എന്ന് ചാപ്പ കുത്തും. റെജി ലൂക്കോസിനെ പോലുള്ള ആളുകൾ യേശുക്രിസ്തുവിന്റെ പടം പോലും മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് ആത്മവിശ്വാസം നൽകിയത് പിണറായി വിജയൻ നൽകുന്ന ആത്മവിശ്വാസമാണ്. ആരെയും എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള ദാർഢ്യം. ഇവിടെ LDFന്റെ പ്രതിനിധി പറഞ്ഞത് 2019 2024 കമ്പയർ ചെയ്യണമെന്നാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം അൻവർ ഷാ പാലോടിനോട് ചോദിക്കട്ടെ. 2019 നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ വോട്ടാണ് പിണറായിലെ പാറപ്പുറത്ത്. ആ പാറപ്പുറത്ത് കെ സുധാകരന്റെ മൂവർണ്ണക്കൊടി കുറച്ചുകൂടി ഉയർന്നു പറക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ കോൺഗ്രസിന്റെയും BJPയുടെയും വോട്ട് ഷെയർ കൂടുന്നുണ്ടെങ്കിൽ പാർട്ടി കോട്ടകളിൽ വിള്ളൽ വീണു എന്നുള്ള തിരിച്ചറിവ് ഇനിയും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വല്ലാത്ത ഗതികേടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചുവെന്ന്. എങ്കിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് തന്നെ നിങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിക്കേണ്ടി വരും. ഒന്ന്, നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിച്ചു. അതിനർത്ഥം നിങ്ങൾ പറഞ്ഞത് ജനങ്ങൾ വിശ്വസിച്ചില്ല. രണ്ടാമത്, നിങ്ങൾ പറഞ്ഞത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളതെന്നാ. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു ഇടത് വേണ്ട, ഇന്ത്യ മതി എന്ന്. അപ്പോൾ അതും നിങ്ങൾ പറഞ്ഞത് തള്ളിപ്പോയി. ഇനി രണ്ടാമത്, നിങ്ങൾ എന്നെയാണ് പറയുന്നത്. ജിൻഡോ ജോൺ അത് പറഞ്ഞു, കോൺഗ്രസിന്റെ പ്രതിനിധി ഇത് പറഞ്ഞു എന്നൊക്കെ. ഞാൻ പറഞ്ഞത് മോശമാണെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് പിണറായി വിജയനെ കഴുതയോടോ സിംഹത്തോടെയാണോ ഉപമിച്ചതെന്ന് നിങ്ങൾ പറയണം. ജി സുധാകരൻ പറഞ്ഞത്, അതിൽ MP ഗോവിന്ദൻ പറഞ്ഞത് ആരെ പറ്റിയാണെന്ന്, തോമസ് ഐസക് പറഞ്ഞത് ആരെ പറ്റിയാണെന്ന്, P ജയരാജൻ പറഞ്ഞത് ആരെ പറ്റിയാണെന്ന്, യെച്ചൂരി പറഞ്ഞതും CPIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൗൺസിൽ പറഞ്ഞതും ആരെ പറ്റിയാണെന്ന് പറയാനുള്ള ധൈര്യം ഈ ചർച്ചയിൽ താങ്കൾക്ക് ഉണ്ടാകുമോ? ഇനി അടുത്ത ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ നിങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് ഈ പാർട്ടി ലോകം മുഴുവൻ ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ളത് പിണറായി സഖാവാണെന്ന് നിങ്ങൾ തിരുവാതിര കളിച്ചില്ലേ? ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് വന്നത്. ഇന്ന് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ പാർട്ടിയെ കുറിച്ച് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കാരണഭൂതനായിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ്. നിങ്ങൾ കാഫിർ പരാമർശം നടത്തുന്നു, നിങ്ങൾ നഗ്ന വീഡിയോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പരാമർശം നടത്തുന്നു, അതിന്റെ പേരിൽ സ്ഥാനാർത്ഥി തന്നെ വന്നിട്ട് കരയുന്നു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലെയും ആങ്കർമാർ കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ പ്രതിനിധികളോട് ആ ദിവസങ്ങളെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന്. ഞങ്ങൾ അന്നും പറഞ്ഞു LDFന്റെ തലച്ചോറിൽ വിരിയുന്ന തോന്നിവാസങ്ങൾക്ക് ഉത്തരവാദിത്തം പറയലല്ല കോൺഗ്രസിന്റെ പണിയെന്ന്. അപ്പോഴും നിങ്ങൾ വീണ്ടും അത് പുലമ്പിക്കൊണ്ടിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഈ സൈബർ സഖാക്കന്മാരായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന്. നിങ്ങൾ പാലും തേനും പഴവും കൊടുത്ത് വളർത്തിയ ആളുകൾ തോന്നിവാസം കാണിച്ച് അതിന്റെ വിഷം തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ മുഴുവൻ പഴിയും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചൊരിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ AR റഹീം എന്ന് പറഞ്ഞ നേതാവ് ഷാഫിയെ വിളിച്ചത് ഇനി ഒന്നുകൂടി വിളിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ പ്രശ്നങ്ങൾ തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ഒന്നും തിരുത്തുന്നില്ല, മാത്രമല്ല നിങ്ങൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ പ്രതിനിധിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് കണക്കുകൾ വെച്ച് യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കുന്നു. എന്ന് വെച്ചിട്ട് ചില സത്യങ്ങളെ കാണാതെ പോകുന്നത് കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. നിങ്ങൾ ഭാരതം എന്ന് വിളിക്കുന്ന, ഞങ്ങൾ ഇന്ത്യ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും വിളിച്ചോ അതിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് വേണ്ടേ? നിങ്ങൾ വോട്ട് ഷെയർ കുറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ അയോധ്യയിൽ എന്തുകൊണ്ട് BJP തോറ്റു, മോദിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്തുകൊണ്ട് കുറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിൽ താഴോട്ട് വരേണ്ടി വന്നു, BJP സർക്കാരിൽ നിന്ന് NDA സർക്കാരിലേക്ക് നരേന്ദ്രമോദിയുടെ പാർട്ടിയും പറിച്ചു നടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ജയ് ശ്രീറാം വിളികളിൽ നിന്ന് ജയ് ജഗന്നാഥ് എന്ന മുദ്രാവാക്യത്തിലേക്ക് BJPയും നരേന്ദ്രമോദിയും മാറി നടക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ കേരളത്തിലെ പിണറായി വിജയന്റെ നടപടികൾ തന്നെയാണ്. അതേ ഫാസിസ്റ്റ് നടപടികളാണ് ഈ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കുമ്പോൾ കോൺഗ്രസ് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുമ്പോൾ അത് ഭരണഘടന അനുശാസിക്കുന്ന വിധം മാറ്റങ്ങൾ വരുത്തി. ഈ രാജ്യത്തെ ഒരു ജനങ്ങൾക്കും ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയതിന്റെ പേരിൽ, അമെന്റ്മെന്റ്സ് നടത്തിയതിന്റെ പേരിൽ പേടിച്ച് കടന്നുറങ്ങേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ നാളെ ഞാൻ ഈ രാജ്യത്തെ പൗരനായിരിക്കുമോ എന്നുള്ള ആശങ്കയോടെ കടന്നുറങ്ങേണ്ടി വന്നിട്ടില്ല. വസ്ത്രത്തിന്റെ, ഭക്ഷണത്തിന്റെ, സംസ്കാരത്തിന്റെ, ഭാഷയുടെ, വിശ്വാസത്തിന്റെ, വിളിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം കഴിഞ്ഞ 10 വർഷമാണ് ഈ രാജ്യത്തുണ്ടായത്. അന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി മൗനത്തിന്റെ മാളത്തിലായിരുന്നില്ലേ? മണിപ്പൂരിനെ കുറിച്ചിട്ട് RSS പറഞ്ഞ എന്താ? RSSന്റെ മോഹൻ ഭഗവതിനെ ആദ്യം പോയി നിങ്ങൾ തിരുത്തണം, ഞങ്ങളെ തിരുത്താൻ വരുന്നതിന് മുമ്പ്. ശരി, തിരിച്ചെത്താൻ അൻവർ ഷാ പാലോടിന് മറുപടി നൽകാം. ഇടവേളയ്ക്ക് അൻവർ ഷാ പാലോട് മറുപടി നൽകാം. അല്ല സ്മൃതി, ഇവിടെ എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിൻഡോ കോൺഗ്രസിന്റെ പ്രതിയായി സംസാരിച്ചപ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്മൃതി മിണ്ടാതിരിക്കുകയായിരുന്നു, ഇടപെട്ടൊന്ന്. കാരണം 18 സീറ്റ് നേടിയത് കൊണ്ട് ജിൻഡോ പറയുന്നതിനോട് ഒന്ന് ബഹുമാനം കാണിച്ചേക്കാം എന്നുള്ള നിലപാടാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഭരിക്കുന്ന കേരളത്തിൻ്റെ LDF സർക്കാർ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി പരിശോധിക്കാൻ
LDFന് അറിയാം, നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും തെറ്റ് വന്നാലോ വിട്ടുവീഴ്ചകൾ വന്നു കഴിഞ്ഞാലോ പരിശോധിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമല്ല CPM എന്നും കേരളത്തിലുള്ള LDF എന്നും നമ്മൾ തിരിച്ചറിയണം. ഇനി നിങ്ങളിവിടെ ഈ പറയുന്ന CPMന്റെ മുകളിലും ഒക്കെ ഇങ്ങനെ നിങ്ങൾ കുതിരയേറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ ഇവരുടെ TN പ്രതാപന് കഴിഞ്ഞതിന് കിട്ടിയ വോട്ട് എവിടെ പോയി? ജിൻഡോ എടുത്ത് ഒരു വാക്ക് സ്മൃതി ചോദിച്ചോ? നിങ്ങളുടെ വോട്ട് എവിടെ പോയി? LDFന്റെ കാൻഡിഡേറ്റ് സഖാവ് സുനിൽകുമാർ ഇപ്പോഴും 2ാം സ്ഥാനത്ത് അവിടെ ഉണ്ട്. ഈ പറയുന്ന പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്ത് ഈ പറയുന്ന ഇപ്പോൾ പാറശാല ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലുമാണല്ലോ ഈ പറയുന്ന രീതിയിൽ BJPയും കോൺഗ്രസും ടൈറ്റ് ഫൈറ്റ് നടത്തിയത്. എവിടെ ഈ പറയുന്ന രീതിയിൽ പുറകിപ്പോയ എന്തേ? കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും. അപ്പോൾ കോൺഗ്രസിന് പുനർവിചിന്തനം നടത്തണ്ടേ? CPM കൃത്യമായി പറഞ്ഞു 2019 ഇതുപോലെ ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള വീഴ്ചകൾ വന്ന് നമ്മൾ പരിശോധിക്കും. ആ പരിശോധനയ്ക്ക് ശേഷമാണ് 2019 തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 സീറ്റാ ഈ പറയുന്ന UDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 5 എണ്ണത്തിൽ. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി. ഞങ്ങൾ കോർപ്പറേഷൻ, പഞ്ചായത്ത് എല്ലാം ഞങ്ങൾ ജയിച്ചു. ഇനി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ പറയുന്ന പരാജയത്തിന് ശേഷം എവിടെയൊക്കെയാണ് വീഴ്ച വന്നത്, ആരൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഈ വിമർശനം ഉന്നയിച്ചത്, അതിൽ എന്ത് തിരുത്തലുകളാണ് വരുത്തേണ്ടത് അതറിയാം. അല്ലാതെ നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം വെച്ചിട്ട് CPM എന്തോ കേരളത്തിൽ അങ്ങ് ഒലിച്ചു പോവും, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ അങ്ങ് അവരെ ചവിട്ടി പുറത്താക്കി എന്നൊക്കെ ജിൻഡോയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെയും KPCC പ്രസിഡന്റ് ആയിട്ടുള്ള K സുധാകരന്റെയും അഹങ്കാരമുള്ള വാക്ക് തന്നെയാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജിൻഡോയും പറയുന്നതെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പുകളുണ്ട്, ഞങ്ങൾ അതും പറയുന്നു. ആ തെരഞ്ഞെടുപ്പുകളും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ നാളെ നിങ്ങൾക്കും തിരുത്തി പറയേണ്ടി വരും. ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കാനുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേന്ദ്രത്തിൽ നിന്ന് പൈസ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തത് എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അപ്പോഴും മാധ്യമങ്ങളും ഇവിടുത്തെ സോഷ്യൽ മീഡിയാസിൽ അടക്കം ഈ പറയുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ പോരാളി ഷാജിമാരായിട്ട് എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് CPMനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കാരശ്ശേരി മാഷും പറഞ്ഞു, ഞാൻ ഇത്രയും നാളായിട്ട് ചാനൽ ചർച്ചകളൊക്കെ കാണുകയും ഈ പറയുന്ന രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും കാരശ്ശേരി മാഷിനോട് മുമ്പും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും നാളായിട്ട് എന്താണ് പിണറായിയെ പറ്റിയോ കേരളത്തിലെ CPMനെ പറ്റിയോ LDFനെ പറ്റിയോ ഒന്നും നല്ലത് പറഞ്ഞിട്ടില്ല, നല്ലത് ചെയ്തപ്പോഴും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോ നന്നാക്കാനായിട്ട് ഈ പരാജയത്തിന്റെ മുകളിൽ എന്താണ് അങ്ങ് നന്നാക്കി കളയാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇതൊക്കെ ചെയ്തു കളയാം, ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് എന്നുള്ള നിലപാട് അതൊരിക്കലും ശരിയുള്ളതല്ല. കേരളത്തിലെ ജനങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ ഇപ്പോൾ എന്താണ് കഴിഞ്ഞ 2019 ഒരു സീറ്റ് തന്ന ജനങ്ങൾ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് തന്നത്. ഇപ്പോഴും ഈ പറയുന്ന ഒരു സീറ്റ് തന്ന ജനങ്ങൾ നാളെ എത്ര സീറ്റ് തന്നു കഴിഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തിരുത്തലുകൾക്ക് വിധേയമാക്കും. ആ തിരുത്തൽ എന്താണെന്നുള്ളതായിരുന്നു ഞാൻ തുടക്കം മുതൽ ചോദിച്ചിരുന്നത് അൻവർ പാലോട്. താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. താങ്കൾ ഈ പറയുന്നുണ്ടല്ലോ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു എന്ന. കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഈ തൃശ്ശൂർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ പരാജയം പഠിക്കാനുള്ള യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തോമസ് ഐസക് ഒരു തുറന്ന പ്രതികരണം നടത്തുകയാണ്. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് ആ ചോദ്യം നിങ്ങളിലേക്ക് വരുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർ പറയുമ്പോൾ മിണ്ടാതിരിക്കുകയും താങ്കൾ പറയുമ്പോൾ മാത്രം ഇടപെടുകയും ചെയ്തു. താങ്കളിൽ നിന്ന് കിട്ടേണ്ട ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ആവർത്തിച്ചത് ചോദിക്കേണ്ടി വരുന്നത്. എന്ത് തിരുത്തൽ നടത്തി? നമ്മൾ നന്നായി തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ് അൻവർ പാലോട്. ഒന്ന് നന്നായി മനസ്സിലാക്കൂ. നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരവും നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരവല്ല, നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരവും നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരമല്ല ഈ തെരഞ്ഞെടുപ്പ് വിധിയായി വന്നിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആഗ്രഹിച്ച വിധിയല്ല വന്നിരിക്കുന്നത്. അത് ചർച്ച ചെയ്തുകൂടാ എന്നാണോ? അത് ചോദിച്ചുകൂടാ എന്നാണോ? ശൈലി മാറ്റൂ അൻവർ പാലോട്, ശൈലി മാറ്റൂ. അല്ല സ്മൃതി, സ്മൃതിയൊക്കെ നമുക്കറിയാലോ, ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ലല്ലോ ഈ ജനങ്ങൾ വിധി എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തേ വീട്ടിലിരിക്കേണ്ടവരാണ്?
ഞങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഭരിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരായിരുന്നു നിങ്ങൾ ശരി, പറയുന്നത് കേട്ടിട്ടാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരി, നമുക്ക് അങ്ങനെയല്ല. അവസാനിപ്പിക്കും മുമ്പ് ജനങ്ങൾ ചില സമയത്ത് ഈ എന്ത് പറയുന്ന- തിരുത്തലുകൾ വരുത്തുമെന്നാണ് താങ്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ ഈ ചർച്ചയ്ക്ക് ശേഷം? ഞാൻ ശ്രീ അൻവർ ഷായോട് ഒരു കാര്യം പറയുന്നത്, ഒന്നാം പിണറായി ഗവൺമെന്റിനെ പറ്റി അനവധി കാര്യങ്ങൾ നല്ലത് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരിക്കാം, പക്ഷേ അത് ഓർമ്മയുള്ള ആളുകളുണ്ട്. എനിക്ക് ഏതായാലും ഓർമ്മയുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഞാനത് ആവർത്തിക്കുകയാണ്. CPM-നകത്തും ഗവൺമെൻറ്റിനകത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ നിരീക്ഷണം. ഉയർന്ന നേതാക്കന്മാരും ജില്ലാതല നേതാക്കന്മാരും പഞ്ചായത്ത് തല നേതാക്കന്മാരും ഒക്കെ LDF-നകത്ത് CPM-നകത്ത് തന്നെയും ഈ അഴിമതി ആരോപണങ്ങളുടെയും കെടുകാര്യസ്ഥതയുടെയും ഈ പോലീസ് വകുപ്പിൻ്റെ നിർവീര്യമായ അവസ്ഥയെപ്പറ്റിയൊക്കെ പലതരം നാണക്കേട് അനുഭവിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അവരാണ് വാസ്തവത്തിൽ ഇന്നത്തെ LDF-നെ തോൽപ്പിച്ചതിൽ ഒരു പങ്ക് വഹിച്ച കൂട്ടർ. UDF-ന് വോട്ടില്ല, BJP-ക്ക് വോട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെപ്പറ്റിയും നയങ്ങളെപ്പറ്റിയും ദാർഢ്യത്തെപ്പറ്റിയുള്ള എതിർപ്പ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അതിൻ്റെ സൂചകമായിട്ടാണ് തോമസ് ഐസക്കിൻ്റെയും ഗോവിന്ദൻ മാഷിൻ്റെയും G. സുധാകരൻ്റെയും ഒക്കെ പ്രസ്താവനകളെ കാണേണ്ടത്. അത് തീർച്ചയായിട്ടും CPM-ൻ്റെ അകത്ത് ഒരു മാറ്റമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാനാണ് എനിക്കിഷ്ടം. ശരി, ശ്രീ P. കൃഷ്ണദാസ്, എന്താണ് അവസാനമായി പറയാനുള്ളത്? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വർത്തമാനം കേട്ടാൽ ഇന്ത്യ ഭരിക്കുന്നത് ഞങ്ങളാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അരുണാചൽ പ്രദേശിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും എല്ലാം ഭരണം കിട്ടിയ ഒരു പാർട്ടിയോട് കോൺഗ്രസ്സുകാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല? എനിക്കപ്പോ സംശയം തോന്നിയത് സ്മൃതി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ ഇടതുപക്ഷത്തെ പിന്തുണച്ചു, കോൺഗ്രസിനെ പിന്തുണച്ചു. കേരളത്തിൽ BJP-ക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം കൂടി പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. പക്ഷെ BJP കേരളത്തിൽ വളർച്ച ഉണ്ടാക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? എന്തിനാ കോൺഗ്രസ്സുകാർക്ക് വേവലാതി? എന്തിനാ നിങ്ങളുടെ കാലില് മണ്ണൊലിച്ചു പോകുമ്പോൾ നിങ്ങൾ വേവലാതിപ്പെടുന്നത്? CPM-ന്റെ പ്രതിനിധികളുടെ വേവലാതി ഞങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ BJP-ക്ക് ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം, അതിൽ മാധ്യമപ്രവർത്തകരും ബുദ്ധിമുട്ടേണ്ടതില്ല. കാരശ്ശേരി മാഷും അങ്ങയുടെ അഭിപ്രായം മാറ്റണമെന്നേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. എനിക്ക് അങ്ങയുടെ ഒരു അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിനകത്തില്ല. ശരി, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. Debate with Smriti Parthikad.